അപ്പോൾ ഇതാ രാവിലെ ചെറിയ ആളെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നിക്കണേ. ഇന്ന് ലഞ്ച് കൊണ്ടുപോകേണ്ട ദിവസമാണ് കേട്ടോ. സ്കൂൾ തുറന്ന രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ചോറിനുള്ള അരി ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോറ് വെക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് തന്നെ വേവിക്കുക. അത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഒരു ചെമ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടാണ് വെള്ളം കുടിക്കുക. അപ്പോൾ അതും കൂടി അതിന് മേലെ വെക്കും. ചോറ് വെന്ത് കഴിയുമ്പോൾ ഏകദേശം ആകുമ്പോഴത്തേനും വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ടുണ്ടാവും. പിന്നെ ചോറ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഗ്യാസിൽ വെച്ചാൽ ആ വെള്ളം തിളച്ചിട്ടു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഉപ്പേരിക്കായിട്ട് ബീറ്റ്റൂട്ടാണുള്ളത്. അത് ഗ്രേറ്ററിലിട്ടിട്ടാണ് അരിഞ്ഞെടുക്കൽ കേട്ടോ. എന്നിട്ട് അത് ചട്ടിയിലാണ് വെക്കുക. ഞാൻ ഉപ്പേരികളൊക്കെ ഒരുവിധമൊക്കെ ചട്ടിയിലാണ് വെക്കുക, കറികളൊക്കെ. പിന്നെ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ചായക്കുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഓരോന്നോരോ പണികളായിട്ട് അങ്ങനെ കഴിക്കുകയാണ്. കാരണം ഗ്യാസ് ഓണാക്കിയാൽ പിന്നെ പണി കഴിഞ്ഞിട്ടായിരിക്കും അത് ഓഫാക്കുക. അപ്പോൾ ചെമ്മീൻ മസാല തേച്ച് വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഗരം മസാല ഇട്ടിട്ട് പുരട്ടി വെച്ച ചെമ്മീനാട്ടോ. ചെമ്മീൻ ഫ്രൈയും ഉപ്പേരിയാണ് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വെക്കാനുള്ളത്. അപ്പോൾ അത് ഒരടുപ്പിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അതാവുമ്പോഴത്തേന് നമ്മൾ ഉപ്പേരി ഏകദേശം റെഡി ആകുമ്പോഴത്തേന് അതും റെഡി ആയിക്കോളും. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പച്ചരി ദോശയാണ് കേട്ടോ. അരി രാത്രി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തലേന്നത്തെ ചോറും കൂടി അടിച്ചിട്ട് നമ്മൾ നീർദോശ പോലെ ഇങ്ങനെ നൈസായിട്ട് ഒഴിച്ച് ഉണ്ടാക്കൂലേ, അതാണ് കേട്ടോ ദോശ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാവ് അരച്ചെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 3 അടുപ്പിൽ 3 സാധനം വെച്ചിരിക്കണം. അപ്പോൾ അത് റെഡിയായി നിൽക്കുമ്പോഴത്തേന് ഇപ്പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദോശമാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി കുറച്ച് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും ഓയിൽ ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിക്കുകയാണ് ചെയ്യൽ കേട്ടോ. ഓരോരോ പ്രാവശ്യവും ദോശ ചുടുമ്പോൾ മേലെ ഓയിൽ ഒഴിച്ച് കൊടുക്കില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊന്ന് കല്ലൊന്നും തുടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഉപ്പേരി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അതായും കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അതൊന്ന് ചതച്ചത് ആണ് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂടി വെച്ചാൽ നന്നായിട്ട് വഴണ്ടി വരും. അപ്പോൾ ഇതിന് നമ്മൾ ചെമ്മീൻ അവിടെ റെഡിയായി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ച ചെമ്മീൻ അതുകൊണ്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ദോശ ചുടാനുണ്ട്. ദോശയിലേക്ക് കറി ആക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കറി ബാക്കിയുള്ളതുകൊണ്ട് ആ കറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചെമ്മീനായി കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിൽ ദോശക്കല്ല് വെച്ച് കൊടുത്തിരിക്കണ്. അപ്പോൾ ഇനി ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. ബാക്കി ഫ്രൈ ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ ആയിക്കോളൂ കേട്ടോ. അതിൻ്റെ ഇടയിലാണ് 3 അടുപ്പിലും കൂടി ഒരുമിച്ചാണ് നമ്മൾ പണിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുന്ന പോലെ എനിക്ക് തോന്നും. കാരണം നമ്മൾ ഓഫാക്കി കളിക്കുമ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കും. ഓഫാക്കാതെ പെട്ടെന്ന് ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുമ്പോൾ അതിന് അടുത്തത് അടുപ്പിലേക്ക് വെക്കാൻ റെഡിയാക്കി വെച്ചാൽ നമ്മൾ പണിയും പെട്ടെന്ന് കഴിയും. നമുക്ക് ഗ്യാസും ലാഭിക്കാം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ അതിൻ്റെ ഇടയിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈക്കുള്ള ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല അത്രയും പൊടികളാണ് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച് ചെമ്മീനില്ല ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിൽ മറ്റേ നമ്മളെ വേറെ ഒന്നും തക്കാളി ചേർക്കുന്നില്ല, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ആ പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് മല്ലിയിലും കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടില്ല. പൊരിച്ച ചെമ്മീനില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളെ ചെമ്മീൻ ഫ്രൈ ഇവിടെ സെറ്റ് ആയിരിക്കുന്നു. ലാസ്റ്റ് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി, ചോറ് റെഡിയായി, ദോശ റെഡിയായി, നമ്മളെ ഉപ്പേരി റെഡിയായി. ഇത് ദോശക്ക് കൂട്ടാനുള്ള കറിയാണ് കേട്ടോ. അന്നേരം ചെമ്മീനും ഉരുളക്കിഴങ്ങും കറി വെച്ചതാണ്. ഇത് ഞാൻ ചെറുപയർ മുളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ, എനിക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത് ഞാനിവിടെ